നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തുപറ്റി? കുറെ നാളായി വിഷമങ്ങളല്ലാതെ സന്തോഷിക്കാനുള്ള ഒന്നും ഈശ്വരൻ തരുന്നില്ലല്ലോ മോളെ. ഇതാ ഇപ്പൊ നന്നായത്. ഞാൻ എവിടെയെങ്കിലും വിഷമിച്ച് നിൽക്കുന്നത് കാണുമ്പോ എന്നെ ആശ്വസിപ്പിക്കുന്ന ആളായിരുന്നല്ലോ അച്ഛമ്മ. ആ അച്ഛമ്മ ഇപ്പോ ഞാൻ ആശ്വസിപ്പിക്കേണ്ടി വരുന്നെങ്കിൽ കാര്യമായിട്ടുള്ള എന്തോ ഒരു വിഷയം അച്ഛമ്മയുടെ മനസ്സിലുണ്ട്. ഞാൻ ഗാർഗിയുടെ കാര്യം ആലോചിക്കുകയായിരുന്നു. ഗാർഗിക്ക് എന്താ പ്രശ്നം? ഫോണും പടം പിടുത്തൊക്കെ ആയിട്ട് ഓടിച്ചാടി സന്തോഷത്തോടെ നടക്കല്ലേ അവള്? അതോർത്ത് വിഷമിക്കാണോ വേണ്ടത്? സന്തോഷിക്കല്ലേ വേണ്ടേ? ആ കളിയും ചിരിയുമെല്ലാം ഉള്ളിലെ വിഷമങ്ങൾ മറച്ചു പിടിക്കാനുള്ളൊരു മറ മാത്രമാണ് മോളെ. അവളുടെ മനസ്സ് നീറിപ്പുകയുന്ന ഒരു ഉമിക്കൂടാ. അത് ഞാൻ കഴിഞ്ഞ ദിവസമാണ് മനസ്സിലാക്കിയത്. ഗാർഗിക്ക് എന്തു പറ്റി അച്ഛമ്മേ? നിങ്ങൾ തമ്മിൽ നല്ല ബന്ധമാണെന്ന് എനിക്കറിയാം. അവള് മോളോടൊന്നും പറഞ്ഞിട്ടില്ലേ? വിഷമിച്ചിരിക്കുന്ന ഗാർഗിയെ ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ കാരണം ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയേനെ. പക്ഷേ പ്രഭാവതിയുടെ മകൻ വിനയ് ഗാർഗിയെ വിവാഹം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വർഷം 3 കഴിഞ്ഞു. അന്നു മുതൽ ഇന്നു വരെ അവരിരുവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതോ ഒരുമിച്ച് എങ്ങോട്ടെങ്കിലും യാത്ര പോകുന്നതോ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ പരസ്പരം പഴിചാരി സംസാരിക്കുന്നത് സ്ഥിരം കാഴ്ചയാണ്. ഒരിക്കലും ഭാര്യാഭർത്താക്കന്മാരായിട്ട് അവര് ജീവിച്ചിട്ടില്ല. അവൻ അവളെ കാണുന്നത് പോലും ചതുർത്ഥിയ. താലി കെട്ടിയെന്നുള്ള ഒരൊറ്റ കാരണത്താൽ ഒരു പെൺകുട്ടിയുടെ ഭാവി ഇല്ലാതാക്കുന്നത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. എനിക്കോ അച്ഛമ്മയ്ക്കോ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അഥവാ നമ്മൾ അതിന് ശ്രമിച്ചാലും അമ്മ അതിന് അനുവദിക്കും തോന്നുന്നുണ്ടോ അച്ഛമ്മയ്ക്ക്? അവനെ അവളിൽ നിന്ന് അകറ്റിയതിന്റെ പ്രധാന കാരണക്കാരി പ്രഭാവതി തന്നെയാണ്. അവളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളിനെ മാത്രം മതി പ്രഭാവതിക്ക്. സ്വന്തം മകനെ അതിന് കരുവാക്കുകയാണ് അവള്. അവന്റെ കുടുംബജീവിതമാണ് അത് കാരണം ഇല്ലാതാകുന്നതെന്ന് അവള് ചിന്തിക്കുന്നില്ല. അമ്മയ്ക്ക് അങ്ങനെ ഒന്നില്ല അച്ഛമ്മേ. സ്വന്തം കാര്യം സിന്ദാബാദ്. ഇങ്ങനെ അമ്മയുടെ സാരിത്തുമ്പം പിടിച്ച് ജീവിക്കുന്നതിനോടൊപ്പം കഴിയുന്നതിലും നല്ലത് ബന്ധം വേർപെടുത്തുന്നതാ. അവക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ അത് തന്നെയാ നല്ലത്. ബന്ധം വേർപെടുത്താനോ? അച്ഛമ്മ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? അത് അവസാനത്തെ മാർഗമല്ലേ? എന്തായാലും ഞാൻ ഗാർഗിയായിട്ടൊന്ന് സംസാരിക്കട്ടെ. വിനയ് സാർ വരുമ്പോ അച്ഛമ്മയൊന്ന് സംസാരിക്കൂ. ഇവിടെ മറ്റാരും അറിയാതെ നമുക്കിതിനൊരു പരിഹാരം ഉണ്ടാകും. അത് പോരെ എന്റെ അച്ഛമ്മയ്ക്ക്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.